ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാണ് ഇലക്ട്രിക് സ്കൂട്ടർ പോലത്തെ നമ്മുടെ വീട്ടിലേക്ക് ചാർജിങ് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോകൾ ചെയ്താണ്, എങ്കിലും നമ്മുടെ 2kV സിസ്റ്റത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരുപാട് വീഡിയോകൾ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ പയ്യന്നൂരിൽ ഏതാണ് സ്ഥലം പറഞ്ഞ ആരിസേ? ഞാനിവിടെ നമ്മളെ വീട്ടുകാരനുണ്ട്. വെള്ളൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഷോബിത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ മുകളിലാണ്. ഏകദേശം സമയം 2 മണിയാണ് സമയം. നല്ല ആംബിയർ ഉണ്ട് കേട്ടോ. 28, 37 നമ്മളെ വേരിയേഷൻ അനുസരിച്ച് ഇരിക്കുള്ളൂ. അവിടെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ 535 വാട്ടിൻ്റെ മോണോ പെർക്ക് പ്ലസ് ഹാഫ് കട്ട് ഇമ്പോർട്ട് പാനലാണ്. ഈ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കലുണ്ട്, പാനലിൻ്റെ പേര് പറയില്ല, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പേര് നമ്മൾ JS സോളാർ ഇമ്പോർട്ട് പാനൽ. ഒന്നുകൂടി എഫിഷ്യൻ്റ് ആവും. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പാനൽ മാത്രമല്ല, വേൾഡിൽ ബെസ്റ്റ്, ഇന്ത്യയിൽ ബെസ്റ്റ് എന്നല്ലിട്ട് പറയുന്നത് ജിങ്കോ കനേഡിയൻ ട്രീന, JS സോളാർ, SFV, ലോങ്കി, സൺ പവർ, ഇതൊക്കെ നല്ല പാനലുകളാണ്. അതുപോലെ ഇന്ത്യയിലെ ബെസ്റ്റ് പാനൽ വിക്രം വാല്യൂ ഒക്കെ നല്ല പാനലുകളാട്ടോ. ഇപ്പോൾ ഞാൻ വെച്ച സംഭവം ഇത് വലുതാണെന്ന് ഞാൻ പറയില്ല. ഇതുപോലത്തെ നിങ്ങൾക്ക് മറ്റുള്ള ഇത്തരത്തെ കമ്പനികളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതിലിനി ഒന്ന് കൂട്ടത്തിൽ പൊതുവേ പറയുന്ന ആ ഒഴുക്കിലൊന്ന് പറയുകയാണ്. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാ, നമ്മൾ 1.5 GI പൈപ്പ് കൊടുത്താലും കുഴപ്പമില്ല, GP പൈപ്പ് കൊടുത്താലും കുഴപ്പമില്ല. കൂടുതൽ ലോഡുകളില്ലല്ലോ. GP പൈപ്പ് 18 kg ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കി നോക്കൂ. ഫുള്ള് കാണിക്കാനൊന്നും നമുക്ക് സമയമില്ല കേട്ടോ. വെൽഡിങ്ങേരൊക്കെ പോയി. അപ്പോൾ ഞങ്ങളൊരു സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ചെയ്തതാണ്. ഓക്കെ, ഇനി വേണം നോക്കി നോക്കൂ. ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കി നോക്കൂ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നീറ്റായിട്ട് നമ്മളെ വയർ. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ കേട്ടോ. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓപ്പൺ VOC നമ്മൾ MPPTയിൽ 100 വോൾട്ട് വരുന്നുണ്ട്. നമ്മളെന്ത് ചെയ്തു, 50 നമുക്കൊരു 40-45 വോൾട്ട് VOC കിട്ടിയാൽ മതി. നമ്മളെന്ത് ചെയ്യും, 2 പാനൽ പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് 4 വയർ, 4 സ്ക്വയറിൻ്റെ 4 വയർ, നെഗറ്റീവും പോസിറ്റീവും സെപ്പറേറ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് എക്സ്പെൻസ് വന്നാലും ഒന്നും കൂടി ഗുണം ഉണ്ട്. ഇനി സീരീസ് കൊടുത്താലും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി വിഷയങ്ങളും ഞാൻ മറ്റുള്ള നമ്മൾ സീരിയസ് ആയിട്ട് ഒരുപാട് 6 സ്ക്വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4 സ്ക്വയറിൽ നമ്മൾ പാരലായിട്ട് കൊടുത്തല്ലായിരുന്നു സാർ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഞാൻ സമയം ഉണ്ടെങ്കിൽ താഴെ ഭാഗങ്ങളും നമ്മൾ ഇൻവെർട്ടറിൽ ആംബിയർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. അത്യാവശ്യം വെയിലുകളൊക്കെ ഉണ്ട്. വലിയൊരു പ്രകാശം ഇല്ലെങ്കിലും വെയിലുകളൊക്കെ ഉണ്ട്. താഴെ ഞാൻ ആംബിയറും ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആംബിയറിൻ്റെ അതിൻ്റെ ലോഡ് കാണിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സ്, ഞാനിത് ഇപ്പോൾ ഈ നമ്മൾ മോപ്പ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ കോഴിക്കോട് ഒരു സൈറ്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 1 കൊല്ലത്തിൻ്റെ മുകളിലായിട്ടും അവർ അത് നോക്കിയിട്ടില്ല. എഫിഷ്യൻസി കുറവാണ്, എനിക്ക് പറയത്തക്ക രീതിയിൽ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മളൊരു ടെക്നീഷ്യൻ ആ ഭാഗത്തുണ്ടായിരുന്നു. അവരെ ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ആകെ ഡസ്റ്റ് പിടിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഏകദേശം നമുക്ക് അതിലൊരു 70-80%, 90-100% എന്നൊക്കെ പറയുന്നത് 20%ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 2 മാസം കൂടുമ്പോൾ ആരായാലും ജസ്റ്റ് നമ്മളൊരു മോപ്പ് കൊണ്ടിതാ ഈ ഒരു രീതിയിൽ ജസ്റ്റ് നമ്മളിത് നനച്ചിട്ട് നമ്മൾ വീട്ടിൽ നമ്മൾ നിലം തുടക്കില്ലേ, അതിൽ നനച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അരിസ ഇനി മേൽഭാഗം ഒന്നും കാണിക്കൊന്നും വേണ്ടല്ലോ. സൂര്യൻ്റെ കാര്യങ്ങളും അതിൻ്റെ പവറും ആംബിയറും താഴേക്ക് നമ്മൾ കാണിച്ചാണല്ലോ അല്ലേ. ഓക്കെ, ഇത് നമ്മളെ മെയിൻ B ക്ലാസ് ടെക്നീഷ്യനാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രീഷ്യൻ ബെസ്റ്റ് ടെക്നീഷ്യൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഹാരിസ്. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ ഏകദേശം ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞു കേട്ടോ. ചൂടിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞ് എന്നാലും ഞാൻ കിട്ടുന്നത് കാണിച്ചു തരാം. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ 60 ആംബിയറിൻ്റെ 24 വോൾട്ടിൻ്റെ 3 സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങിൽ MPPT ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം 98-99% നമുക്ക് അതിലേക്ക് ട്രാക്ക് ചെയ്യും. അതുപോലെ നമ്മൾ ഇൻവെർട്ടർ പൊതുവേ പറയുന്നത് പോലെ തന്നെയാണ് 2500 VF ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ്. ഇതിൽ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഞാൻ ലോഡ് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാർജിങ്. അപ്പോൾ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഞാൻ മേലെ പറഞ്ഞാണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇതിൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇലക്ട്രിക് കാറുകൾ ഇതിൽ പറ്റില്ല കേട്ടോ. അതിന് നമ്മൾ ഓൺ ഗ്രിഡിനെ ആശ്രയിക്കേണ്ടി വരും. കാരണം അതിന് ഹൈ കറണ്ടാണ്. അതിൻ്റെ 4-1 ഇതിന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കൂ. നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്തിരിക്കുന്നത് 200 വോൾട്ടിൻ്റെ C10 സോളാർ 5 ഇയർ റീപ്ലേസ്മെൻറ്റിലെ ബാറ്ററിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലോഡൊന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് നോക്കി നോക്കൂ. ആദ്യം MPPTയിലേക്ക് നോക്കാം. ഇപ്പോൾ മാക്സിമം കിട്ടുന്നത് നോക്കി നോക്കൂ, 20.2 ആംബിയറാണ് ഇപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത്. നിങ്ങൾക്കറിയാലോ, 20.2 × 24. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാമീറ്ററിലും കൂടി ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഒന്ന് നോക്കൂ. ഒന്ന് ചാർജിങ് ആംബിയർ ഒന്ന് MPPTയിൽ നോക്കൂ.
41 വോൾട്ട് നമ്മുടെ സോളാർ വോൾട്ട്. 25.1 കാരണം 100% ചാർജിങ് അവിടെ ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് 0.5 യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ് ആംപിയർ ഒന്നുകൂടി നോക്കാം. ബാറ്ററി വോൾട്ട്. ഓക്കെ, ചാർജിങ് ആംപിയർ 18.5. ഒന്ന് നോക്കി നോക്കൂ. ഇത് നമ്മുടെ MPPTയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ്. ഇതാണ് നമുക്ക് ക്ലാമ്പ് മീറ്റർ, ഇതിൽ 0 ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കാണുന്നില്ലേ? ഓക്കെ, 0. ഒന്ന് വന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ MPPTയിലേക്ക് പോകുന്ന കേബിള്. നോക്കി നോക്കൂ, കാണിച്ചു കൊടുക്കും. ഇപ്പോൾ 14.8 15 ആംപിയർ. ഇനി നോക്കി നോക്കൂ, ചെറിയൊരു വേരിയേഷനൊക്കെ നമുക്ക് പല സമയങ്ങളിലും ഉണ്ടാവാം കേട്ടോ. ഓക്കെ, നോക്കി നോക്കാം. നമുക്ക് നേരെ ബാറ്ററി വോൾട്ട് 27.3, ചാർജിങ് ആംപിയർ 15.7. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. 14.3. ചെറിയൊരു ഒരു ആംപിയറിൻ്റെ ഒക്കെ നമുക്ക് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വെയിലിൻ്റെ കാർഡിന് കുറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ആംപിയർ കൂടും, വോൾട്ട് കുറയുമ്പോൾ അതൊക്കെ ഒരു ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ താഴത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഉള്ളിലേക്ക് ഇനി മൊത്തം പോയിട്ട് കാണിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ TV, ഇവിടുത്തെ ലൈറ്റ് ഏകദേശം നമുക്കൊരു 85-90% ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് 1 HP മോണോ ബ്ലോക്ക്, നമ്മളെ ഓപ്പൺ വെൽ മോട്ടർ ഉണ്ടല്ലോ, മോണോ ബ്ലോക്ക്, ആ മോട്ടറാണ് 90% വർക്ക് ചെയ്യും. ഞങ്ങൾ കൊടുത്തിട്ടില്ല, എങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഭാവിയിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഗ്രൈൻഡർ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാം. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, ഇനി വീടിൻ്റെ ഉള്ളിൽ ആകെ കയറി അങ്ങനെ ഒന്നും സീനാക്കുന്നില്ല. ഏകദേശം ഒന്നിവിടെ വരും. ഇതിൽ നമ്മുടെ ഈ LCBയിൽ ഞാൻ ആദ്യം ഇവിടെ കറണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് പോകാം. അല്ല, നിങ്ങൾക്ക് ആ ഒരു സമയം അവന് കറണ്ട് ഓണാക്കി അല്ല ഇതിന് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഏകദേശം തന്നെ നോക്കി LCB ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമ്മൾ മോട്ടർ, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ സ്കൂട്ടി ചാർജ് ആവുന്നതും അതിൻ്റെ ലോഡ് നിങ്ങൾ അവിടെ കണ്ടു. ഓക്കെ, അതിലൊന്ന് വന്ന് നോക്കൂ. നമ്മുടെ ഇതിൻ്റെ ചാർജറാണ്. ഇപ്പോൾ ചാർജിങ് നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ കറണ്ട് നമ്മൾ LCB ഓഫ് ചെയ്തല്ലോ, സോളാറിൻ്റെ എനർജിയിൽ നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ സ്കൂട്ടർ ഇപ്പോൾ നമുക്ക് സോളാറിൻ്റെ എനർജിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിതിൽ ഇത് വണ്ടി നമുക്ക് ചാർജിങ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിലുള്ള ഒരു മറുപടി നമുക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളിത് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു മേലെ കാണിക്കാമെന്ന്. ഏകദേശം അവിടെ ചാർജിങ് ഇൻവെർട്ടറിൻ്റെ ലോഡ് നമുക്ക് 3% ഇവിടുത്തെ ലൈറ്റും ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 17% കേട്ടോ നമുക്ക് ലോഡ് കാണിച്ചിരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ നമുക്ക് ഇന്നലെ നമ്മൾ 3 kV സിസ്റ്റം നമ്മളിവിടെ എവിടെയാണ് നമ്മൾ ചെയ്തിരുന്നത്? കണ്ണൂർ സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. നമുക്ക് അതിൻ്റെ വേണമെങ്കിൽ ഫോട്ടോസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏതായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.